जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय भारत माता। പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, കാലനിർമ്മാണം പൂർത്തീകരിക്കുക, കാലനിർമ്മാണം പൂർത്തീകരിക്കുക, നടപ്പാത സ്ലാബിട്ട് സഞ്ചാരയോഗ്യമാക്കുക, നടപ്പാത സ്ലാബിട്ട് സഞ്ചാരയോഗ്യമാക്കുക, അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. ഹലോ ഭാരത് മാതാ കേ, ഹലോ ഭാരത് മാതാ കേ. അങ്കമാലി മഞ്ഞപ്പുറ റോഡ്, ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ അപകടം പിടിച്ച ഒരു റോഡായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഇതിന്റെ സൈഡിലെ സംരക്ഷണ ഭിത്തിയെല്ലാം തകർന്ന് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം വളരെ ഭീതിയിലൂടെയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈ നാട്ടുകാരുടെ ഈ ആവശ്യം മുൻനിർത്തി ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികൾ, സമര പരിപാടികൾ നടത്തുകയാണ്. അതിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ രവിചന്ദ്രൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ചേർന്നിട്ടുള്ള പാർട്ടിയുടെ എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ MA ബ്രഹ്മരാജേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കാലടി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷീജ സതീഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജില്ലാ മീഡിയ കൺവീനർ ശ്രീ ബിജു പുരുഷോത്തമൻ, അതുപോലെ മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ, പഞ്ചായത്ത് ബൂത്ത് ഭാരവാഹികൾ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ മുഴുവൻ ഭാരവാഹികളെയും മീഡിയ സുഹൃത്തുക്കളെ എല്ലാവരെയും നാട്ടുകാരെ എല്ലാം വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജില്ലാധ്യക്ഷൻ ശ്രീ ബ്രഹ്മരാജ് അവർകൾ, കാലടി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷീജ സതീഷ്, എറണാകുളം ജില്ലാ മീഡിയ കൺവീനർ ശ്രീ ബിജു പുരുഷോത്തമൻ, മീഡിയ കോ കൺവീനർ ശ്രീ ശ്രീജിത്ത്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമ്മൾ ഇന്ന് ഈ സമരം, ഈ പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം ശ്രീജിത്ത് ഇവിടെ സൂചിപ്പിച്ചു. ഈ റോഡിന്റെ പണി കേന്ദ്ര പദ്ധതിയുടെ വിഹിതം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ പൈസ നല്ല രീതിയിൽ വിനിയോഗിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണം നടത്താത്തത് മൂലം ഈ റോഡിന്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞ് നടക്കാൻ പറ്റാത്ത രീതിയിലായി ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കുറവൂർ പഞ്ചായത്ത് കമ്മിറ്റി നിർബന്ധിതമായിരിക്കുകയാണ്. ഈ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങളും ഒരുക്കുക എന്ന പ്രക്രിയക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ബ്രഹ്മരാജ് അവർകളെ ക്ഷണിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ബിജു പുരുഷോത്തമൻ, ശ്രീജിത്ത്, മറ്റ് സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, കേന്ദ്ര സർക്കാർ മലയാറ്റൂർ തീർത്ഥാടകർക്ക് സുഗമമായി യാത്ര ചെയ്യുവാനും അവർക്ക് മലയാറ്റൂർ പള്ളിയിൽ എത്തിച്ചേരുവാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 15 കോടി രൂപ മുടക്കി ഈ റോഡിനെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള കാന ഉൾപ്പെടെ പണിയുന്നതിന് വേണ്ടിയിട്ടാണ്
കേന്ദ്ര സർക്കാർ 15 കോടി രൂപ ഈ അങ്കമാലി മലയാറ്റൂർ റോഡിന് വേണ്ടി അനുവദിച്ചത്. പക്ഷേ ഇത് പണിത് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം ഇതിന്റെ സൈഡ് മുഴുവൻ ഇടിഞ്ഞ് കാനയിലേക്ക് ഇപ്പോ ഈ റോഡ് തള്ളിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ മലയാറ്റൂർ തീർത്ഥാടകരെ മാത്രം ഉദ്ദേശിച്ച് ഈ 15 കോടി രൂപ മുടക്കിയപ്പോ ഇത് ഇവിടെ മാത്രമല്ല, നമുക്കറിയാം കേരളത്തിലെമ്പാടും കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ പല സ്ഥലത്തും വകമാറ്റി ചെലവാക്കുകയും പല സ്ഥലത്തും പദ്ധതിയിൽ അഴിമതി കാണിച്ച് കോൺട്രാക്ടർമാരെ സംരക്ഷിക്കുവാനും കേന്ദ്ര സർക്കാരിന്റെ പണം വകമാറ്റി ചെലവഴിച്ചുകൊണ്ടാണ് എല്ലാ മേഖലകളിലും നമുക്കറിയാം. ഇന്നലെ കേന്ദ്ര കൃഷിമന്ത്രി കുമ്മനം രാജശേഖരനോടും മറ്റ് BJP നേതാക്കന്മാരോടും പറഞ്ഞത് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ 10,400 കോടി രൂപയാണ് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് കൊടുത്തത്. അത്താണിയിലുള്ള കാംകോ നവീകരിക്കാൻ വേണ്ടി 5 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൃഷി ആവശ്യത്തിനുള്ള ടില്ലർ ഉപയോഗിക്കുന്നതിന് വേണ്ടി. നെൽകർഷകരുടെ നെല്ലെടുത്തിന് പൈസ കൊടുക്കാൻ വേണ്ടി പണം കൊടുത്തു. ഈ പണം മുഴുവൻ വകമാറ്റി ചെലവാക്കി. കേരളത്തിലെ നെൽകർഷകർക്ക് ഇപ്പോഴും സർക്കാർ കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ 3 കൊല്ലം കഴിഞ്ഞു. റോഡിന് പൈസ കൊടുത്താൽ അത് റോഡിന് അനുവദിക്കില്ല. പുഴയോരം തട്ടാൻ പൈസ കൊടുത്താൽ അതിന് അനുവദിക്കില്ല. എല്ലാ തുകയും ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും. വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ പല തുകയും വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് പദ്ധതികൾ പൂർത്തീകരിക്കാതെ, നിങ്ങൾക്കറിയാം ഓരോ കളക്ടറേറ്റ് വഴിയുള്ള പദ്ധതികളുടെ വീട് നിങ്ങൾ കണ്ടു. 60%, 65% പദ്ധതിയൊക്കെയാണ് ഈ കഴിഞ്ഞ മാർച്ച് വരെ ചെയ്തിട്ടുള്ളൂ. ലാപ്സായ പദ്ധതികൾ ഒരുപാട്. അങ്ങനെ സർക്കാർ കൊടുക്കുന്ന പണം കേരളം വഴി അത് കളക്ടറേറ്റിൽ എത്തിക്കഴിയുമ്പോൾ പല പദ്ധതികളും പൂർത്തീകരിക്കുവാനോ പല പദ്ധതികളും ലാപ്സാക്കിക്കൊണ്ട് സാധാരണക്കാരെ ഉപയോഗപ്പെടുത്താതെ ഒരു കാലഘട്ടം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുത്ത 2000 രൂപ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിൽ വന്നൊരു ദിവസമാണ്. ഇടനിലക്കാരില്ലാതെ, ചോർച്ചയില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ കേന്ദ്ര സർക്കാർ കൃഷിക്കാർക്ക് കൊടുക്കുന്ന 2000 നമുക്കറിയാം. ഒരു വർഷം 6000 രൂപ കൃത്യമായിട്ട് വരികയാണ്. സാധാരണ സർക്കാർ കാശ് ജനങ്ങളിലെത്തുമ്പോൾ നമുക്കറിയാം ഐസ് കട്ട കൈമാറുന്ന മാതിരിയായി ഒരു കാലമുണ്ടായിരുന്നു. പണം അനുവദിച്ച് അങ്ങനെ കളക്ടറേറ്റ് കഴിഞ്ഞ് വില്ലേജ് കഴിഞ്ഞ് ഗ്രാമസേവകൻ കൊണ്ട് വീട്ടിലെത്തിക്കുമ്പോൾ 2000 രൂപ അനുവദിച്ചാൽ 600 രൂപ ഗുണഭോക്താവിന് കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതാണ് ഡിജിറ്റൽ ബാങ്കിംഗ് സൗകര്യത്തിലൂടെ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് 1 രൂപ പോലും ചോരാതെ 2000 രൂപയും ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നു കഴിഞ്ഞു കേരളത്തിലെ കർഷകരുടെ. ഇങ്ങനെ കൃത്യമായിട്ട് പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നത് മാത്രമേ വിജയിക്കുന്നുള്ളൂ. കേരള സർക്കാരിന് ഏതെങ്കിലും പദ്ധതിയിൽപ്പെടുത്തി എത്ര കോടി രൂപ കൊടുത്തോ ആ രൂപ കൃത്യമായി വിനിയോഗിക്കാതെയും ഇതുപോലെ അഴിമതി കാണിച്ച് പണി പൂർത്തിയാവുന്ന പദ്ധതികൾ 1-2 കൊല്ലത്തിനുള്ളിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഇതിനുവേണ്ടി സമരം സംഘടിപ്പിച്ച ഈ തൊറൂർ പഞ്ചായത്തിലെ BJPയുടെ മുഴുവൻ സമരഭടന്മാരെയും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള വിദ്യാദേവി, എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ MA ബ്രഹ്മരാജ്, ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ബിജു പുരുഷോത്തമൻ, ശ്രീജിത്ത്, മറ്റ് സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം 1 വർഷത്തോളമായിട്ടുള്ള ഈ മഞ്ഞപ്ര മലയാറ്റൂർ റോഡിന്റെ പണി പൂർത്തിയായിട്ട് 15 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് നടത്തിയ ഈ റോഡിന്റെ നിർമ്മാണം ഇന്ന് 1 വർഷം തികയുമ്പോൾ സൈഡ് ഇടിഞ്ഞ് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നു. ഒരു വണ്ടി വന്നാൽ സൈഡിലേക്ക് ഒതുക്കി നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇന്നിവിടെ ഉള്ളത്. ഇതിനെതിരെ നിരവധി തവണ അധികാരികളുമായിട്ട് BJPയുടെ പ്രവർത്തകർ സംസാരിച്ചു എങ്കിലും ഇതുവരേക്കും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇനിയും ഈ കാന സൈഡ് കെട്ടി സ്ലാബിട്ട് സഞ്ചാരയോഗ്യമാക്കിയില്ല എങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ വലിയ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. BJPയുടെ പ്രതിഷേധം നിർമ്മാണം പൂർത്തീകരിക്കുക. നടപ്പാതകൾ സ്ലാബിട്ട് സഞ്ചാരയോഗ്യമാക്കുക. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. ഭാരത് മാതാ
माता की जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता प्रतिषेधം പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം നന്ദി പറയാനായിട്ട് സ്ത്രീകൾക്കും സഹപ്രവർത്തകർക്കും ഒറ്റവാക്യം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റോഡ് അപകടാവസ്ഥയിൽ. ഞാൻ പറഞ്ഞു